നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാം സ്മാർട്ടും ഡിജിറ്റലും ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ വീടും കെട്ടിടവുമെല്ലാം ഡിജിറ്റലാകാൻ പോകുകയാണ്. DJ ഡോർ പിൻ കേരളത്തിലും എത്തുന്നു. ഇതോടെ സംസ്ഥാനത്തെ ഓരോ വീടിൻ്റെയും കെട്ടിടത്തിൻ്റെയും നമ്പർ ഡിജിറ്റലാകാൻ പോകുകയാണ്. കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സ്ഥിരം നമ്പറാണ് ഈ ഒരു DG ഡോർ പിൻ. 9-10 അക്കങ്ങളുള്ള ഓരോ നമ്പറിലും കെട്ടിടത്തിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ടാകും. ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ഈ സംവിധാനം സ്മാർട്ടിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ഈ സംവിധാനത്തിൽ ഓരോ വീടും കെട്ടിടവും ഡോർ എന്നാണ് അറിയപ്പെടുന്നത്. ഫ്ലാറ്റുകളിലും മറ്റും ഓരോ താമസക്കാരനെയും ഓരോ ഡോർ ഉടമകളാക്കി കണ്ടാണ് ഈ ഒരു സ്ഥിരം പിൻ നമ്പർ നൽകുന്നത്. നമ്പർ നോക്കിയും QR കോഡ് സ്കാൻ ചെയ്തുമൊക്കെ ഏത് തദ്ദേശ സ്ഥാപനമാണെന്നടക്കമുള്ള എല്ലാ കെട്ടിട വിവരങ്ങളും അറിയാൻ സാധിക്കും. ഈ ഒരു DG ഡോർ പിന്നിൻ്റെ മറ്റൊരു പ്രത്യേകത പുനർനിർണയത്തിലൂടെ വാർഡോ തദ്ദേശ സ്ഥാപനമോ മാറിയാലും DG ഡോർ പിൻ മാറില്ല എന്നുള്ളതാണ്. നമ്പർ ഉണ്ടെങ്കിൽ വഴിതെറ്റാതെ കെട്ടിട സ്ഥലത്ത് എത്താവുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ദുരന്തങ്ങൾ, അപകടങ്ങൾ തുടങ്ങിയവ ഉണ്ടായാൽ വിലാസമില്ലാതെ തന്നെ പോലീസിനും ഫയർഫോഴ്സിനുമെല്ലാം സംഭവസ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും. കൂടാതെ ഭക്ഷണം വിതരണം പോലുള്ള പലതരത്തിലുള്ള സേവനങ്ങൾക്കും ഇത് എളുപ്പമാകും. കൂടാതെ നമ്മുടെ വീട്ടുടമ DG പിൻ നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ വഴി ചോദിച്ച് വലയേണ്ട കാര്യമില്ല. ആ ഒരു പിന്നിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. കൂടാതെ വ്യക്തി വിവരങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാവില്ല എന്നുള്ളതും ഈ ഒരു പദ്ധതിയുടെ ശ്രദ്ധേയമായ കാര്യമാണ്. സംസ്ഥാനത്താകെ 1.56 കോടി അംഗീകൃത കെട്ടിടങ്ങളാണ് ഉള്ളത്. ഈ ഒരു DG ഡോർ പിൻ നമ്പർ ഇടാൻ ഓരോ വീടും ജിയോ ടാഗ് ചെയ്യുമ്പോൾ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവ നിയമപരമാകുന്നതോടെ നികുതി ഇനത്തിൽ വൻ തുക തദ്ദേശ വകുപ്പിന് കിട്ടും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു DG ഡോർ പിന്നിൻ്റെ കൂടുതൽ വിവരങ്ങൾ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.